ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാനും കൂട്ടുകാരനും പ്ലക്കാൻ പോയ കഥയാണ്. എന്ന് പറയുമ്പോൾ ഞാനും കൂട്ടുകാരനും പോയി എന്ന് പറയുമ്പോൾ അല്ല, മറ്റേ പൈസ കൊടുത്ത് പ്ലക്കാൻ പോയ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ കാണേണ്ടവർക്ക് കാണാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോപ്പിക് ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പും ചെയ്യാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ ഒരു 20-21 വയസ്സുള്ള സംഭവിച്ചാണ്. ഞങ്ങൾ ആ സമയത്ത് കോളേജ് ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കൊറോണയൊക്കെ കഴിഞ്ഞ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് മാറി സെപ്പറേറ്റ് റൂമിലാണ് താമസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രീഡം ഉണ്ട്. ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ചേർന്ന് മദ്യപിക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊക്കെ ഫ്രണ്ട്സൊക്കെ കൂടി മദ്യപിച്ച് ഇങ്ങനെ റൂമിൻ്റെ പുറത്തിരുന്നപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു അവൻ്റെ അടുത്തൊരു 20,000 രൂപ ഉണ്ട്. 10,000 അവൻ്റെ അടുത്തുണ്ടായിരുന്നതാണ്. പിന്നെ ഒരു 10,000 രൂപ ആവശ്യത്തിന് ഈ ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ ആവശ്യം വന്നില്ല. പിന്നെ കൊടുത്താൽ അടച്ചാൽ മതി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടൗണിലേക്ക് പോയിട്ട് ഇതുപോലെ പൈസ കൊടുത്തിട്ട് ഏജൻറ്റുമാരുണ്ട് ഇഷ്ടം പോലെ ഈ ടൗണിൽ. ഞാൻ തമിഴ്നാട് പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് വന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ ഏജൻറ്റുമാർ സമീപിക്കാറുണ്ട്. ഇങ്ങനെ അവരൊരു ആൽബമൊക്കെ കാണിച്ചു തരും. അപ്പോൾ അങ്ങനെയൊക്കെ സമീപിക്കാറുണ്ട്, ഞങ്ങൾക്കറിയാം. അതുപോലെ ഈ എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ ഇതിന് മുന്നേ പൈസ കൊടുത്തിട്ട് പ്ലക്കിയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് വിർജിനായിരുന്നു. ഞാൻ അതിന് മുന്നേ വേറെ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കും ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ തോന്നി. അപ്പം ഞാനും പറഞ്ഞു, പിന്നെ ഒന്നാമത് മദ്യപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു നമുക്ക് പോവാം. അപ്പം എൻ്റെ അടുത്തും ഒരു 10-20-25 ഉണ്ട്. കാരണം കോളേജിൽ പിള്ളേരെ അഡ്മിഷൻ ചേർത്തി കൊടുത്ത കമ്മീഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ പോകാൻ തീരുമാനമായി. അപ്പോൾ നടന്നു പോകണം, കാരണം ഞങ്ങളുടെ കയ്യിൽ ബൈക്ക് ഉണ്ടായിരുന്നില്ല. ബൈക്ക് നാട്ടിലുണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ യൂബറും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞു നമുക്ക് അങ്ങനെ നടന്നിട്ട് പോകാം, തിരിച്ചു വരുമ്പോൾ വല്ല ഓൺലൈനിൽ വല്ല ടാക്സി വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായി നടന്നു. അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് ഒരു 45 മിനിറ്റ് ഉണ്ടാവും നടക്കാൻ. അപ്പോൾ അങ്ങനെ നടന്ന് ഇങ്ങനെ കൊണ്ടിരുന്നപ്പോൾ ഓരോ സംസാരിച്ചിട്ട് നടന്നായിരുന്നു. അപ്പം അങ്ങനെ നടന്നപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഓൾറെഡി. പിന്നെ മുൻപേ പോയി പരിചയമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഇപ്പോൾ നമ്മൾ പോയിട്ട് എങ്ങാനും വല്ല എയ്ഡ്സ് HIV ഒക്കെ വന്നു കഴിഞ്ഞാൽ പണിയാവില്ലേന്ന്. അപ്പോൾ പറഞ്ഞ് പ്രൊട്ടക്ഷൻ ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം ക്യാഷ് കൊടുത്തിട്ടാണല്ലോ, 10-20 നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു 2 എണ്ണത്തിനെങ്കിലും ഒപ്പിച്ചിട്ട് 2 റൂമൊക്കെ എടുക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടന്നത്. പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സ് തന്നെ ഞങ്ങൾക്ക് മുന്നേയൊക്കെ റൂമിലൊക്കെ വന്നിരിക്കും പറയാറുണ്ട്, അവർ 2,000-5,000 കൊടുത്തിട്ട് പ്ലക്കിയ കഥയൊക്കെ പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാർക്കൊക്കെ സേഫായി, ആ റേറ്റിന് സേഫായെങ്കിൽ നമ്മൾ ഇത്രയും പൈസ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളത്രയ്ക്കും സേഫായിരിക്കും എന്നൊക്കെ ഇവൻ പറഞ്ഞു. പിന്നെ ഇവന് മുൻകാല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് ഡൗട്ട്, ഇനി നമ്മളെങ്ങാനും പോയിട്ട് ലോക്കാവും. കാരണം എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത നാട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഇത്രയും ക്യാഷൊക്കെ വെച്ച് പോകുമ്പോൾ നമ്മളെങ്ങാനും വേറെ വല്ല ടീം വന്നിട്ട് ഭീഷണിപ്പെടുത്തി പൈസയൊക്കെ വാങ്ങുമെന്ന് അങ്ങനെ ഡൗട്ട്. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല, വിശ്വസിക്കുക, അങ്ങനെ സീനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും നടന്നു. പിന്നെയും ഇതുപോലെ ഒരു ഇതൊക്കെ വന്നു, ഓരോന്നൊക്കെ സംസാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വൃത്തിയുടെ കാര്യമൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വൃത്തി കുറവൊക്കെ നമുക്ക് അറപ്പാവില്ല, അങ്ങനെയൊക്കെ ചോദിച്ച് ഒരു 30 മിനിറ്റ് ഒക്കെ ഞങ്ങൾ നടന്നെത്തിയപ്പോൾ പിന്നെ ഇവനും ഇത് എന്നോട് തിരിച്ച് ചോദിച്ചു തുടങ്ങി, അയ്യോ ഇനി അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, സീനാവുമോ എന്നൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ പതുക്കെ മനസ്സിലായി, ഇവൻ മുന്നേ പോയി എന്ന് പറഞ്ഞ സംഭവം തള്ളിയതാണെന്ന് എനിക്ക് പതുക്കെ മനസ്സിലായി. അപ്പോൾ ഞങ്ങളിങ്ങനെ അതും പറഞ്ഞ് കുറച്ച് ദൂരം കൂടി നടന്നപ്പോൾ പിന്നെ പറഞ്ഞു നമുക്ക് ഇനി പോകണോ, ഇനി എങ്ങാനും പണി കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ അതൊരു പണിയാണ്, എങ്ങാനും ടൗണെത്തി കഴിഞ്ഞ് പോലീസ് അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ അതും ഒരു പണി. അപ്പോൾ അങ്ങനെ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് ഈ പ്ലാൻ ഡ്രോപ്പാക്കാം, എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ സീനാവും, പിന്നെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതും വേറെ വിഷയം, കോളേജൊക്കെ അറിഞ്ഞു കഴിഞ്ഞാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പ്ലാൻ ഡ്രോപ്പാക്കി തിരിച്ച് നടന്നു. അങ്ങനെ എനിക്ക് 21-ാമത്തെ വയസ്സിലും പ്ലക്കൽ കിട്ടിയില്ല. അവൻ മുന്നേ തള്ളിയതാണെന്ന് മനസ്സിലായി. അപ്പോൾ അവനും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് ഈ പ്ലക്കൽ കിട്ടുന്നത് കോളേജ് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ്.
അപ്പോൾ നിങ്ങളുടെയും ഇതുപോലെ ആദ്യ പ്ലക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.